രണ്ട് തിമോത്തിയോസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. രണ്ട് തിമോത്തിയോസിന്റെ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം. കുറെ നാൾക്ക് മുമ്പ് രണ്ട് തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം ഏറെക്കുറെ 10 മണിക്കൂറിലുപരിയായി നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അതിനുശേഷം 4-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ധ്യാനിക്കാനുണ്ട്. എന്നാൽ തിരുവല്ലയിൽ ഞാൻ ആ ഭാഗവും എടുത്തിരുന്നു. അങ്ങനെ ഈ 2 അധ്യായങ്ങൾ ഏറെക്കുറെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. 1ഉം 2ഉം അധ്യായങ്ങളുടെ പൂർത്തീകരിച്ച് നമുക്ക് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് 1-ാം അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. 1 തിമോത്തി, 2 തിമോത്തി, തീത്തോസ് എന്നീ ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇടയലേഖനങ്ങൾ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഇടയന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവസഭയിലുള്ള എല്ലാവർക്കും ആവശ്യമാകുന്ന ദൂത് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സഭാധ്യക്ഷന്മാർക്ക് ഉള്ള ദൂതുണ്ട്, വിശ്വാസികൾക്ക് ഉള്ള ദൂതുണ്ട്. അതുകൊണ്ട് ഇടയലേഖനമായതുകൊണ്ട് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമാണെന്നുള്ള ചിന്ത അരുത്. ഇന്ന് അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ തുറക്കണം. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം 13ഓളം ലേഖനങ്ങൾ പുതിയ നിയമത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് എപ്പിസലാണ് ഈ 2 തിമോത്തി. ഇത് അദ്ദേഹം എഴുതുന്ന സമയത്ത് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം കാരാഗ്രഹത്തിലാണ്. ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തിയ തിമോത്തിയെ, ആത്മീകമായി വളർത്തിയ തിമോത്തിയെ ബലപ്പെടുത്താൻ അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്ക് മിക്കവർക്കും ഒരു ധാരണയുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൺവേർഷൻ നമ്മൾ കാണുന്നത്. അത് വളരെ പഠിക്കേണ്ട ഭാഗമാണ്. യഹൂദ മത അനുസാരിയായി, ഒരു മത നേതാവായി, അവരുടെ ഇടയിലെ ഒരു പണ്ഡിതനായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ദൈവസഭയെ തന്നാലാവോളം ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെയാണ് കർത്താവ് നേരിട്ട് വിളിച്ച് വേർതിരിക്കുന്നത്. 30-ൽ പരം വർഷം, ഏകദേശം 35 വർഷത്തോളം അദ്ദേഹം കർത്തൃവേലയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും ശുശ്രൂഷകളും നിമിത്തം ധാരാളം തവണ അദ്ദേഹം കാരാഗ്രഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാറ്റിൻ്റെയും റെക്കോർഡ് നമുക്ക് ബൈബിളിൽ ഇല്ല. എന്നാൽ 3 കാരാഗ്രഹവാസത്തിൻ്റെ റെക്കോർഡുകൾ ഉണ്ട്. അതിലൊന്ന് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഭൂതം ബാധിച്ച വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയിൽ നിന്ന് ഭൂതത്തെ കാസ്റ്റ് ഔട്ട് ചെയ്തത് നിമിത്തം അവളെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറെ ആളുകൾക്ക് സാമ്പത്തിക നഷ്ടം വന്നു എന്ന് തിരിച്ചറിഞ്ഞ്
പൗലോസിനെയും ശീലാസിനെയും നന്നായി ഉപദ്രവിച്ചിട്ട് കാരാഗ്രഹത്തിൽ കൊണ്ടടയ്ക്കുന്ന രംഗം നമുക്കറിയാം. അവിടെയാണ് ആ കാരാഗ്രഹത്തിൽ അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു ഭൂമി കുലുക്കം നിമിത്തം കാരാഗ്രഹ വാതിലുകളൊക്കെ തുറക്കുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാരാഗ്രഹവാസം നിമിത്തം ദൈവം മഹത്വമെടുത്തു. എങ്ങനെ? ആളുകൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയോട് ചേർന്നു. വേറെ ഒരു കാരാഗ്രഹവാസം, അത് റോമൻ ഇംപ്രിസൺമെന്റ്, ഒന്നാമത്തേത്. അത് അപ്പോസ്തല പ്രവൃത്തികളിൽ അവസാനം നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീട്ടുതടങ്കലിലായിരുന്നു. വീട്ടുതടങ്കൽ. അപ്പൊ അവിടെ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളോട് ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായം 29-30 വാക്യങ്ങൾ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവനും പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ടു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോകുന്നു. അവിടുന്നൊക്കെ അദ്ദേഹം പുറത്തു വന്നു. ഈ ലേഖനം എഴുതുമ്പോൾ റോമൻ ഇംപ്രിസൺമെന്റ് 2ാമത്തെ പ്രാവശ്യം നടന്ന ആ സമയത്തെ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ സമയത്താണ് ഈ 2 തിമോത്തി അദ്ദേഹം എഴുതുന്നത്. ഈ റോമിലെ കാരാഗ്രഹം എന്നൊക്കെ പറയുമ്പോഴേ ഇന്നത്തെ ഒരു ജയിൽവാസം പോലെ അല്ല. ഈ ഭൂമിയിൽ ഒരു വലിയ കുഴി ഉണ്ടാക്കി ആളിനെ അതിനകത്തിട്ടേക്കുക, ഒരു ഗർത്തം. അവിടെ സൂര്യപ്രകാശമാണ് ലൈറ്റ്. ആ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ കത്തൊക്കെ എഴുതുന്നത്. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ ഈ ടോയ്ലറ്റ് സൗകര്യമൊന്നുമില്ല. നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത കഷ്ടതയുടെ ഏറ്റവും വലിയ അടിത്തട്ടി കിടക്കുകയാണ് പോൾ. അല്ല, ഇതൊക്കെ എന്തിനാണ് സഹിക്കുന്നത്? ക്രിസ്തുവിനെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചത് നിമിത്തം. ഇനിയും നീറോ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തെ തലവെട്ടി കൊല്ലുവാൻ പോവുകയാണ്. അപ്പൊ ഈ ആമുഖമായിട്ട് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ദൂത് അടങ്ങിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നത് നിമിത്തവും പ്രസംഗിക്കുന്നത് നിമിത്തവും സുവിശേഷം പ്രചരിപ്പിക്കുന്നത് നിമിത്തവും ഈ കാലഘട്ടത്തിൽ ആളുകൾ ഉദ്ദേശിക്കുന്നത് പോലെ പണക്കൊഴുപ്പല്ല ഉണ്ടാകുന്നത്. ഒരുപാട് പേര് തെറ്റിദ്ധാരണയിലാണ്. യേശുവിനെ അനുഗമിച്ചാൽ ബെൻസ് വണ്ടി കിട്ടും, ഫ്ലാറ്റ് കിട്ടും, വസ്തു കിട്ടും, ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അപ്പോസ്തലനോട് കർത്താവ് എന്താ ഇങ്ങനെ ചെയ്തേ? ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ നാണയത്തിന്റെ മറുവശം, ഈ കാരാഗ്രഹവാസമൊന്നും അദ്ദേഹത്തെ ഡിപ്രഷനിൽ കൊണ്ടെത്തിച്ചില്ല. അതിൻ്റെ അകത്ത് കിടക്കുമ്പോഴും ക്രിസ്തുവിന് വേണ്ടി ശോഭിക്കുകയാണ്. ഇവിടെ ആത്മനിറവിൽ 2 തിമോത്തിയോസ് എഴുതി ആ കാലഘട്ടത്തിലെ അടുത്ത നേതാവിനെ ധൈര്യപ്പെടുത്തുകയാണ്. ഇന്ന് എൻ്റെ മുൻപിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് കാരാഗ്രഹവാസം ഈ നിലയിൽ നിങ്ങൾ അനുഭവിച്ച് കാണുകയില്ല. പക്ഷെ ജീവിതത്തിൽ ശോധനയേറിയ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെടുന്ന സ്ഥിതി നിങ്ങൾക്കുണ്ടാകുമ്പോൾ, എല്ലാവരും ആക്ഷേപിച്ച് പുറന്തള്ളുമ്പോൾ, ഡിസ്കറേജ്ഡായി, ഡിജക്റ്റഡായി, ഡിപ്രസ്ഡ് ആകുവാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമ്മളെ ഏകരായി വിടുന്നില്ല. കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. ഏത് വലിയ കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ വന്നും the spirit of God will move. ദൈവം അറിയാതെ
നമ്മുടെ ശുശ്രൂഷ തീരുന്നില്ല. ഇന്ന് പകൽ എന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ചിലര് തീച്ചൂളയിലൂടെ കടന്നു പോകുകയായിരിക്കാം. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് മുൻപ് നിങ്ങളുടെ തലയിൽ ഒരു മുടി പൊള്ളിക്കയില്ല. അതിൻ്റെ നടുവിലും നിങ്ങളെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ജ്വലിപ്പിക്കാൻ കഴിയും. യു ക്യാൻ റൈറ്റ്, യു ക്യാൻ സ്പീക്ക് ഫോർ ദ ലോർഡ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആധുനിക ഡിജിറ്റൽ മീഡിയ ഒന്നുമില്ല. ഹി റോട്ട്. നമുക്ക് മെസ്സേജുകൾ പറയാൻ കഴിയും, നമുക്ക് എഴുതാൻ കഴിയും, 1-to-1 ആളുകളെ ധൈര്യപ്പെടുത്താൻ കഴിയും. നമ്മൾ ഇത് അനുഭവിക്കുമ്പോഴും നിങ്ങൾ നോക്കുന്നേ, ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് ദിവസങ്ങൾ എണ്ണുമ്പോഴും ഇതിനകത്തല്ല ഫോക്കസ്. അയ്യോ എന്റെ ചങ്ങല, അയ്യോ എന്നെ ഉപദ്രവിച്ചു, അയ്യോ മലമൂത്ര വിസർജനം നടക്കുന്നു, അയ്യോ 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 അല്ല. അദ്ദേഹം ചിന്തിക്കുന്നത് എൻ്റെ മകൻ തിമോത്തി അവൻ ബലപ്പെടണം, ദുരുപദേശകർ അവിടെ വിളയാടരുത്, അവനെ ബലപ്പെടുത്തണം, ദൈവരാജ്യം മുന്നോട്ട് പോകണം, സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടണം. ഹീസ് തിങ്കിങ് ഓഫ് ഹിസ് സൺ. നമ്മളെങ്ങനെയാണ് ആത്മനിറവുണ്ടെന്ന് പറയുന്ന, ആത്മസാന്നിധ്യം അനുഭവിക്കുന്നെന്ന് പറയുന്ന നമ്മളിലേക്കാണ് നോക്കുന്നത്. അക്ഷരികമായി കെട്ടപ്പെട്ട ആ കെട്ടുകളെ നോക്കി, സാധ്യതകൾ അസ്തമിച്ചത് നോക്കി ആഹവന്ദനത്തിലാവും. ഹി വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഈ ദൈവദാസന്മാരിൽ നിന്ന് മനസ്സിലാക്കുക ഹൗ ദ ഹോളി സ്പിരിറ്റ് എംപവേഴ്സ്. ആത്മാവിന്റെ ശക്തി എന്താണ്? നൃത്തം ചെയ്യുന്ന നല്ലതാ കേട്ടോ, കയ്യാഞ്ഞടിക്കുന്നത് നല്ലതാണ്. ഞാനിതൊക്കെ ചെയ്യുന്ന ആളാണ്, ഒന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ നോക്കിയാൽ ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ പ്രാഗൽഭ്യത്തോടെ എന്ന മലയാള വാക്ക്, അവർ ദൈവവചനം ശുശ്രൂഷിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ആത്മപ്രവൃത്തി നടന്നു. കഷ്ടത അവരുടെ മാറിയില്ല, പീഡനം മാറിയില്ല. അത് തരണം ചെയ്യാനുള്ള ആത്മബലമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. ഉണ്ടോ ആത്മശക്തി? അതാണ് നമുക്ക് വേണ്ടത്. We need the real power of God to witness in this generation. ഈ ക്ലേശവും പീഡനവും ഒന്നും മാറത്തില്ല പ്രിയരെ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതല്ലേ നാച്ചുറലി ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞത്. യേശുവിനെ ഈ ലോകം പീഡിപ്പിച്ചില്ലേ? യേശുവിനെതിരെ ആക്ഷേപം പറഞ്ഞില്ലേ? ദേഹ ഉപദ്രവം ചെയ്തില്ലേ? യേശു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരാള് കെട്ടിഞ്ഞാന്ന് ചത്തു. ബാക്കിയുള്ളവരുടെ ചരിത്രം എന്താ? യോഹന്നാൻ അപ്പോസ്തലൻ സ്വാഭാവിക മരണമായിരുന്നു. ബാക്കിയുള്ളവരോ എല്ലാവരും രക്തസാക്ഷികളാണ്. അല്ലാതെ യേശുവിനെ പിൻപറ്റിയ നിമിത്തം ന്യൂസിലൻഡിൽ PR അല്ല. അത് കേൾക്കുമ്പോ കൈയടിക്കുകയാണ്. ഓ ഗ്ലോറി. ഇതേത് സുവിശേഷമാണ്? അപ്പോസ്തലനായ പൗലോസ് വല്ലോ ഇന്നത്തെ സുവിശേഷം കേട്ടതായിരുന്നെങ്കിൽ. പക്ഷെ ഇത് ജനത്തോട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. Most of the Christians are addicted to another gospel. അതിൽ വ്യാപരിക്കുന്നത് another spirit. It is about another Jesus. Look at this man Paul. ഈ ലേഖനം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥിതി ഇതാണ്. നോക്കിയേ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ, ഒനസിഫോറസിനെ കുറിച്ച് പറയാ, അവ ചങ്ങലയിലാ, പക്ഷെ അവൻ ലജ്ജിച്ചില്ല. ബാക്കിയുള്ളവരൊക്കെ പലരും ലജ്ജിച്ചു, പലരും അടുക്കുന്നില്ല. അതെന്താണ്? ഓ പാസ്റ്റർ കൂടെ പോയാലേ. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അതറിയിക്കുന്നതിൽ, അതായത് സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു.
പോൾ വാസ് എ റിച്ച് മാൻ. പോളിന് പദവികൾ ഉണ്ടായിരുന്നു. സുവിശേഷം അറിയിക്കുന്നതിൽ ഒരു ക്രിമിനലിനെ പോലെ മനസ്സുണ്ടോ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ? ഇതാണ് സുവിശേഷം. പോൾ പ്രസംഗിച്ച സുവിശേഷം ഇന്നും പറഞ്ഞാൽ യു വിൽ ബി അറ്റാക്ട്. അതുകൊണ്ട് പ്രസംഗികൾ എന്ത് ചെയ്തു? പ്രസംഗികൾ എന്റർടൈൻമെന്റിലായി. നിങ്ങൾ നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഗും ഫീലിംഗ്, ഞങ്ങൾക്കും സന്തോഷം. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ, ഐ ഡോണ്ട് ഫൈൻഡ് ദാറ്റ് ഹിയർ. നമുക്കാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് മസ്റ്റ് ബി പ്രീച്ച്ഡ്. അത് കഴിഞ്ഞേച്ച് തലേ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും വണ്ടിക്കൂലിക്ക്. കണ്ടോ വണ്ടിക്കൂലി? He is in jail for the last time. അവിടെ ഇതെങ്ങനെയാ എഴുതിയത്? എങ്ങനെ അദ്ദേഹം വായിക്കുന്നു? സാനിറ്റേഷൻ ഇല്ല. ഹൗ ഡിഡ് ഹി മാനേജ്? ഐ ഡോണ്ട് നോ. ഇനിയും കേക്ക്. ഈ ജയിലിൽ കിടക്കുമ്പോൾ കൂടെ നിൽക്കാൻ പലരും ഇല്ല. ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? നോക്ക് വാക്യം 1:15. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നിട്ട് 2 പേരുടെ പേര്, ഫുഗലോസും ഹെർമഗനോസും ആ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. അവരെ വിളിച്ചു ചോദിക്കുക, ബ്രദർ എന്താ അദ്ദേഹത്തെ വിട്ട്? എന്താ ബ്രദറെ, നമ്മളെല്ലാം ബുദ്ധിയോടെ ചെയ്യണം. മനസ്സിലായോ? ഇന്ന് നമ്മൾ ചിന്തിച്ചത് എന്താണ്? കുഞ്ഞുങ്ങളെല്ലാം മനസ്സിലാക്കണം. നമ്മുടെ പള്ളിക്കാരെല്ലാം അങ്ങനെ പറഞ്ഞു. എടാ, പള്ളിക്കാർ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ, പറയണം. സുവിശേഷ വേലയുമായിട്ട് ഒരു ട്രാക്റ്റുമായിട്ട് പോകുമ്പോൾ പരിഹസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ദിസ് ഈസ് എ റൈറ്റ് ഗോസ്പൽ. എന്നിട്ട് പീപ്പിൾ ഡെസർട്ടഡ് ഹിം. അതെന്താണ്? അദ്ദേഹം അതാണ് തെറ്റ് പറഞ്ഞോ? ഇല്ല. അദ്ദേഹം എത്രയോ ശുശ്രൂഷകരെ പുറത്തു കൊണ്ടുവന്ന് എത്രയോ സഭകൾ പ്ലാൻ ചെയ്തു. എത്രയോ അത്ഭുതം അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്തു. What is this? 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്കറിയാവുന്ന വാക്യം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്ലോനിക്കയിലേക്ക് പോയി. ക്രസ്കസ് ഗലാത്യയ്ക്കും തീത്തോസ് ദാൽമ്യത്തേക്കും പോയി. ചിലർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചത് ലോകത്തെ സ്നേഹിച്ച, മറ്റ് ചിലരെ പല അസൈൻമെന്റിൽ അവർ പോയതാ. നോ വൺ. പിന്നെ കൂടാരുണ്ട്? 16-ാം വാക്യത്തിൽ, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. എന്നിട്ട് പറയാ, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ, ആരോടും പകയില്ല. What a man. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സാക്ഷി ഇതാണോ? ഓക്കെ, അക്ഷരികമായ ഒരു ജയിലിൽ നിങ്ങളായിട്ടില്ല. സ്വന്തക്കാരും വീട്ടുകാരും ബന്ധത്തിലുള്ളവരും നിങ്ങളുടെ ചാർച്ചക്കാരും സ്നേഹിതരും കൈത്താങ്ങൾ തരേണ്ടവരെല്ലാം നിങ്ങളെ കളിയാക്കി വിടക്കുന്നുമ്പോൾ ഇറ്റ് ഹർട്ട് സോ മച്ച്. ബന്ധിക്കപ്പെടരുത്. പരിശുദ്ധാത്മാവ് കൈവിട്ടിട്ടില്ല, കർത്താവ് കൈവിട്ടിട്ടില്ല, സുവിശേഷം കൈവിട്ടിട്ടില്ല. യു ക്യാൻ സ്റ്റിൽ പ്രീച്ച് ദ ഗോസ്പൽ. അതിനാണ് ആത്മശക്തി. അതിനാണ് ആത്മശക്തി. അപ്പൊ ആത്മശക്തി ആർക്ക് വേണം? സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അന്യഭാഷ പറയും. ആന്നോ? അതുകൊണ്ട് അന്യഭാഷയുണ്ട്, ശക്തിയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും. മൈ വിറ്റ്നസ്. അതിനാണ് പവർ ടു വിറ്റ്നസ്. ഭീഷണികൾ വരുമ്പോൾ, രേഖകൾ നമുക്ക് വിരോധമായി എഴുതപ്പെടുമ്പോൾ, ആളുകൾ നമ്മളെ ഡെസർട്ട് ചെയ്ത് അവരുടെ പണിക്ക് പോകുമ്പോൾ, അകത്ത് ക്ഷീണം തട്ടാതെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ we need power. നമ്മളിൽ തന്നെ അതിന് ശക്തിയില്ല. നമ്മൾ കേവലം മനുഷ്യരാണ്. We are weak people and we need the grace and the power of God. ഇത് നമുക്ക്
ഈ ദൈവത്തിന്റെ ദാസനിൽ കാണാൻ കഴിയും. ഈ സാഹചര്യത്തിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം നിജപുത്രനായ തിമോത്തിക്ക് ഈ കത്തെഴുതുന്ന അദ്ദേഹത്തെ ബലപ്പെടുത്താൻ. അതെന്തിനാ ബലപ്പെടുത്തുന്നത്? അത് സംബന്ധിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം. തിമോത്തി പോളിന്റെ കൂട്ട് അത്ര ധൈര്യശാലിയൊന്നുമല്ല. ഹി ഈസ് എ ടിമിഡ് പേഴ്സൺ. അതുപോലെ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന എഫെസോ സഭ, ആ സഭ പ്ലാൻ ചെയ്തത് അപ്പോസ്തലനായ പൗലോസാണ്. അവിടെ ഇപ്പോൾ ബിഷപ്പായിരിക്കുന്നത്, നേതൃത്വ നിരയിൽ ഇരിക്കുന്നത് തിമോത്തിയാണ്. ഈ സഭയിൽ ഒരുപാട് കറപ്റ്റായിട്ടുള്ള വേദശാസ്ത്രം വരാൻ തുടങ്ങി, അനാത്മീക രംഗത്ത് വരാൻ തുടങ്ങി. ഇതെല്ലാം പോളിനറിയാം. ഇതിന്റെ നടുവിൽ വാടിപ്പോകാതെ നിലനിൽക്കാൻ വേണ്ടി ഈ കത്തിലൂടെ ധൈര്യപ്പെടുത്തുകയാണ്. ദുരുപദേശങ്ങൾ ആ ചർച്ചിനെ വേട്ടയാടാൻ തുടങ്ങി. വിശ്വാസത്യാഗം സംഭവിക്കാൻ തുടങ്ങി. ബാഹ്യമായിട്ടുള്ള പേഴ്സിക്യൂഷൻ കടന്നു വരാൻ തുടങ്ങി. അതിൻ്റെ വെളിച്ചത്തിലാണ് തിമോത്തിയെ ധൈര്യപ്പെടുത്തുവാൻ പോൾ ഈ കത്ത് എഴുതുന്നത്. ശരിക്കും ഈ കത്തിൻ്റെ ഉദ്ദേശം ഇതാണ്: തിമോത്തിയെ എഫെസോസിൽ തുടർന്ന് ശുശ്രൂഷിക്കാനായി എൻകറേജ് ചെയ്യണം. ആദ്യത്തെ കത്തെഴുതുമ്പോൾ ഒരു വാക്ക് പൗലോസ് പറയുന്നുണ്ട്, നീ എഫെസോസിൽ തന്നെ നിൽക്കണം. പലപ്പോഴും എന്നെ ഈ ലേഖനങ്ങൾ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് ഈ സഭയോടുള്ള ബന്ധത്തിൽ. ഒരിക്കൽ ഈ ചർച്ചിൽ നിന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞാൻ മാറാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വാക്യാംശം എന്നോട് ഇടപെട്ടത്, നീ എഫെസോസിൽ തന്നെ പാർക്കണം. ഞാൻ പിന്നെ പോയി. ഞാനൊരു പാസ്റ്ററെയൊക്കെ കണ്ടെല്ലാം ചട്ടം കെട്ടിയപ്പോൾ പുള്ളി അങ്ങ് എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ വരാൻ. അപ്പോൾ അദ്ദേഹത്തിന് ചെറുതായിട്ട് കാലിനൊരു ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, പാഴ്സനേജ് ഇച്ചിരി കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ലേഖനത്തിലൂടെ കർത്താവ് എന്നോട് ഇടപെട്ടത് ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ഇപ്പൊ പൗലോസിന്റെ മരണത്തോടടുക്കുമ്പോൾ ബലഹീന ആയിരിക്കുന്ന തിമോത്തി, നീ സുവിശേഷം നിമിത്തം ലജ്ജിക്കരുത് എന്ന് അടിവരയിട്ട് പറയാനാണ് ഈ ലേഖനം എഴുതുന്നത്. പൗലോസിന്റെ വേർപാടിന് ശേഷം ശുശ്രൂഷയിലെ നേട്ടത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി തിമോത്തിയെ ശക്തിപ്പെടുത്തുവാനാണ് അദ്ദേഹം ഈ കത്തിലൂടെ ശ്രമിക്കുന്നത്. ഇനി എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഈ ലേഖനത്തെ ഞാനൊന്ന് വിഭജിക്കാം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 2-13 വരെ പൗലോസ് പ്രോത്സാഹിപ്പിക്കുകയാണ് തിമോത്തിയുടെ ദൈവം വിളിച്ച വിളിയിൽ നിൽക്കാൻ. 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 4-5 വരെ ദുരുപദേശകരായ ആളുകളോട് അവരെ എങ്ങനെ തരണം ചെയ്യണം, കൈകാര്യം ചെയ്യണം, ഇതാണ് പ്രസക്ത വിഷയം. എന്താണ് അവിടുത്തെ ഒരു പ്രധാന ദുരുപദേശം? പുനരുത്ഥാനം കഴിഞ്ഞു, ഇനിയിപ്പ ഉയർത്തെഴുന്നേൽപ്പൊന്നും നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ല. ഈ അടുത്തിടെ ഒരു മലയാളക്കരയിലുള്ള ഒരു പ്രസംഗി പറയുന്നത് കേട്ടു, കർത്താവ് എന്നേ വന്നു, യോ നിങ്ങളെല്ലാം കൂടെ കാത്തിരിക്കുകയാണോ? അതിനും ലൈക്ക് അടിക്കാൻ ആളുകളുണ്ട്. സ്തോത്രം. 4-ാം അധ്യായത്തിന് 6 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഉപസംഹാരം, ദ കൺക്ലൂഷൻ ഓഫ് ദി ലെറ്റർ. ഇനി അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ ഈ കത്തിന്റെ ആമുഖം, ഇൻട്രൊഡക്ഷൻ, അതാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൂടെ ചില കാര്യങ്ങൾ പറയാനാണ് താല്പര്യപ്പെടുന്നത്. ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തിമോത്തിയോസിന് എഴുതുന്നു. എന്തോ മനസ്സിലായി? കൂടുതൽ നമ്മൾ അങ്ങനൊന്നും അങ്ങ് ചിന്തിക്കുകയൊന്നും വേണ്ട. അതാണ് ചിലരുടെ ന്യായം. അങ്ങനങ്ങ് നമ്മളെല്ലാ വാക്കും എടുത്ത് ചിന്തിക്കണം. എന്തോ ചെയ്യാനാ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. 2-ാമത്തെ വാക്യം, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ.
ഇപ്പൊ ഈ 1-2 വാക്യമാണ് ഇൻട്രൊഡക്ഷൻ. ഇവിടെ എഴുത്തുകാരൻ പൗലോസിനെ കുറിച്ചും ആർക്കാണിത് എഴുതുന്നത്, റെസിപ്പിയന്റ് തിമോത്തിയാണ്, അദ്ദേഹത്തെക്കുറിച്ചുമുള്ള കുറെ വിവരങ്ങളാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. പൗലോസിന്റെ പേര്, പദവി, ശുശ്രൂഷയുടെ പിന്നിലെ അധികാരം എന്നിവയൊക്കെ നമുക്കിതിനകത്ത് കാണാൻ കഴിയും. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കത്ത് എഴുതുകയാണെങ്കിൽ, നിങ്ങളാരെങ്കിലും ഇന്ന് കത്ത് എഴുതാറുണ്ടോ? കൃപയാലില്ല. എന്താ, എല്ലാം വാട്സാപ്പാ. പക്ഷെ ഞാൻ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ചിലപ്പോൾ കത്തുകൾ എഴുതാറുണ്ട്. അപ്പൊ ഈ കത്ത് നമ്മൾ അതിൻ്റെ തലക്കെട്ടിനകത്ത് ഇത് ആർക്ക് വേണ്ടിയാണ് അത് എഴുതും. എന്നിട്ട് കത്തെഴുതി കഴിഞ്ഞ് അതിൻ്റെ അവസാനം ഒരു സൈഡിലാണ് യോഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞ് പാസ്റ്ററുടെ പേര് ഒപ്പ് നമ്മൾ ചെയ്യാറുള്ളത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ആ സമയത്ത് അവർ കത്തെഴുതിയത്. ആദ്യം തന്നെ എഴുത്തുകാരൻ ആരാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസാണ് എഴുത്തുകാരൻ. ആർക്കെഴുതി? തിമോത്തിക്ക് എഴുതിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ആദ്യത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ഈ തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കുറെ തത്വങ്ങളുണ്ട്. അത് പൗലോസ് തിമോത്തിക്ക് എഴുതിയ കാര്യങ്ങളാണ് എങ്കിലും എല്ലാ മാതാപിതാക്കളും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും എല്ലാ പാസ്റ്റർമാരും ആ തത്വങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കണം. എന്നാൽ അവർ മെന്റർ ചെയ്യുന്ന ആളുകളെ സഹായിക്കാനായിട്ട് കഴിയും. ആ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തിമോത്തേയോസിന് എഴുതുന്നത്. ഇനിയും ഓരോ വാക്ക് ശ്രദ്ധിക്കുക. ക്രിസ്തുവേശുവിലുള്ള, ക്രിസ്തുവേശു എന്നുള്ള ആ ടൈറ്റില് 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 12 തവണ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായത്തിൽ തന്നെ 6 തവണയുണ്ട്. ഞാനിങ്ങനെ വട്ടമിട്ടുന്നേ ഓരോന്ന്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടൈറ്റിലാണ്. എന്നാൽ ഇവിടെ ക്രിസ്തുവേശുവിലുള്ള, ഇംഗ്ലീഷിൽ ഇൻ ക്രൈസ്റ്റ്, അപ്പോസ്തലനായ പൗലോസിന്റെ വളരെ താൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ക്രിസ്തുവേശുവിൽ, ഇൻ ക്രൈസ്റ്റ്. ഈ വാക്കിന്റെ അർത്ഥം പൗലോസിന്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ഐകമത്യപ്പെടുന്ന, യൂണിയനിലാകുന്ന അനുഭവത്തെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഇൻ ക്രൈസ്റ്റ്. വളരെ ഇത് ശ്രദ്ധിക്കണേ. ഇന്ന് ചിലയിടത്തൊക്കെ ഇൻ ക്രൈസ്റ്റിൽ എന്ന് എഴുതിയ എയർക്രാഫ്റ്റ് വരുന്നെന്ന് പറയുന്നവർ വരെ ഉണ്ട്. എന്താ ഇതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കണം. ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാണ്? യേശുക്രിസ്തുവിന്റെ മരണം, പുനരുത്ഥാനം, നിത്യജീവൻ എന്നിവയിലുള്ള പങ്കാളിത്തത്തിലൂടെ ഈ യൂണിയൻ, ഈ ഐക്യം നമുക്ക് ക്രിസ്തുവിൽ ഉണ്ടാകുന്നു. ക്രിസ്തുവിൽ it talks about a union with our Lord Jesus Christ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഇന്ന് പകൽ കേൾക്കുന്നുണ്ടോ? You are in Christ. അങ്ങനെയാണെങ്കിൽ, ഇൻ ക്രൈസ്റ്റിലാണെങ്കിൽ പൗലോസിനെ ദൈവം വിളിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാ. എന്ത്? പാപിയായ മനുഷ്യ, പാപത്തിൽ തുടരേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിലാകുമ്പോൾ യു പാർട്ടേക്ക് ഓഫ് ഇറ്റേണൽ ലൈഫ്. ക്രിസ്തുവുമായിട്ടുള്ള യൂണിയനിൽ നിത്യജീവൻ ലഭിക്കുന്നു. അത് ഞാൻ കയ്യിൽ നിട്ടൊന്നും പറഞ്ഞതൊന്നുമല്ല. നിങ്ങൾ നോക്കിക്കേ, അതിൻ്റെ അടുത്ത വാക്ക് ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം. ജീവൻ, ആ നിത്യജീവൻ ക്രിസ്തുവേശുവിലാണ്.
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ എന്താ കിട്ടിയത്? കാറ് കിട്ടി, വീട് കിട്ടി. കർത്താവായ യേശുക്രിസ്തു അതിനല്ല ഈ ലോകത്തിൽ വന്നത്. പ്രൈമറിലി യേശു വന്നിരിക്കുന്നത് പാപച്ചേറ്റിൽ കിടക്കുന്ന, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നമുക്ക് ജീവൻ, സമൃദ്ധിയായ ജീവൻ തരാനാ. അതെങ്ങനെ കിട്ടി? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അവിടുത്തെ മരണ ഉയർത്തെഴുന്നേൽപ്പ്, അതിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ പങ്കാളികളാകും. യു ഗെറ്റ് ലൈഫ്. ആ ജീവൻ ക്രിസ്തുവിലാണ്. യോഹന്നാൻ 1:4, ജീവൻ അവനിലാണ്. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമോ? ആ ജീവനാണ് ക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ ഇൻ ദ ഹാർട്ട്, ഇൻ ദ സോൾ ഓഫ് മാൻ. അത് പൗലോസിലുണ്ട്. അതുകൊണ്ടല്ലേ അടിച്ചമർത്താൻ നോക്കിയാലും അന്ത്യശ്വാസം വരെ ശക്തിയോടെ ദൈവത്തിന്റെ ജീവൻ തന്നിൽ വ്യാപരിക്കുന്നത്. ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ക്രൈസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ ആ വാക്കുകൾ ഒന്നുകൂടെ നോക്കിയേ. ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരം, ദ പ്രോമിസ് ഓഫ് ലൈഫ്, അത് ക്രിസ്തുവേശുവിലാണ്. ലോകത്തിലെ വേറെ ഒരു മതത്തിനും തരാൻ കഴിയത്തില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. മക്കളെ, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. യു വാണ്ട് ദ ലൈഫ് ഓഫ് ഗോഡ്, eternal life, abundant life, it's in Christ. സുവിശേഷം വിശ്വസിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ജീവന്റെ വാഗ്ദത്തം എന്നുള്ളത്, ജീവന്റെ വാഗ്ദത്ത പ്രകാരം, അത് ഇറ്റ് ഈസ് സിനോണിമസ് വിത്ത് ദ ഗോസ്പൽ. അർത്ഥം സുവിശേഷമെന്ന്. സ്തോത്രം. ഒരു ദൂതില്ല ഇതിനപ്പുറത്ത് ഈ ചർച്ചിൽ ഇല്ല. വേറെ ദൂത് ഈ ചർച്ചിൽ വണ്ടിയും കാളയും കിട്ടുന്ന ദൂതില്ല. സ്തോത്രം. അല്ല, കൈയടിക്കാനൊന്നുമില്ല. കൈയടിക്കാൻ അത് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാൻ കടിച്ചു. ദൈവത്തിന്റെ വചനം ദൈവകൃപയിൽ നിന്ന് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ഈ ചർച്ചിന് ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യം. We are not interested in prosperity gospel. അപ്പൊ പൗലോസിനെ ദൈവത്തിന്റെ ഹിതപ്രകാരം വിളിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു വക്താവായി നിൽക്കാനാ. എന്തിന്? ഈ രക്ഷിക്കുന്ന സദ്വർത്തമാനത്തെ പ്രഘോഷിക്കാൻ. ആത്മീകമായി മരിച്ചവർക്ക് നിത്യജീവൻ ക്രിസ്തുവിലുണ്ട്, ഇത് പ്രഘോഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ നോക്കിയേ, വാഗ്ദത്ത പ്രകാരം എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ അപ്പോസ്റ്റോൾഷിപ്പിന്റെ എംഫസിസ് എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള നിത്യജീവൻ, അത് പ്രഭാഷണം ചെയ്യുക, പ്രസംഗിക്കുക. ടു മേക്ക് നോൺ ദാറ്റ് ഇറ്റേണൽ ലൈഫ് ഈസ് ഇൻ ക്രൈസ്റ്റ്. ഇനി 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, വാക്യം മുഴുവൻ ഒന്ന് വായിര്, എന്നിട്ട് ഞാൻ ആ 2-ാം ഭാഗത്തിലേക്ക് വരാം. അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടത്തില്ല. ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം. ഓക്കെ, അത്രയുമാണ് നമ്മൾ ചിന്തിച്ചത്. ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. അവിടെ നിൽക്കണം. 3-ാം ഭാഗത്ത് പിന്നെ പാം. അത് കേട്ടോ, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ. അല്ലാതെ പോകുന്ന വഴിക്ക് കുമ്പനാട്ട് പ്രിന്റിംഗ് പ്രസ്സിൽ കയറി എൻ്റെ പേരിലൊന്ന് അടിക്കണേ, അപ്പോസ്തലൊന്ന് മുള്ളിലൊന്ന് വെച്ചേക്കണം കേട്ടോ. അതല്ലിത്. വിസിറ്റിംഗ് കാർഡ് അപ്പോസ്തലനാ പ്രവാചകനാന്ന് പറഞ്ഞാൽ അപ്പോസ്തലൊന്നും ആകത്തില്ല പ്രിയരെ. മനസ്സിലായോ? ദൈവ ഇഷ്ടത്താൽ, നോട്ട് മൈ അജണ്ട. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോസ്തലൻ എന്ന നിലയിൽ കർത്താവിന്റെ സ്ഥാനാപതിയായി യേശുക്രിസ്തുവിന്റെ സുവിശേഷം അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തെ ദൈവം നിയോഗിച്ചതാണ് അപ്പോസ്തലനായി, അല്ലാതെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തലല്ല.
വേറെ ആരാണ്ട് കൊടുത്തതല്ല. ഒരു ദിവസം ഇങ്ങനെ സുപ്രഭാതത്തിൽ ഏതാണ്ടൊരു ചിന്ത വന്ന് അങ്ങനെ അങ്ങ് തുടങ്ങിയതല്ല. ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. അല്ല, ഇതാർക്കാ ഇത് എഴുതുന്നേ? വി നോ ദാറ്റ് തിമോത്തി. പാസ്റ്ററേ, തിമോത്തിക്ക് അറിഞ്ഞുകൂടെ പൗലോസ് അപ്പോസ്തലനാന്ന്? അറിയാം. അല്ല, പിന്നെ എന്തിനാ ഈ കത്തിനകത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? മോനെ എന്തോ ഉണ്ട്, അങ്ങനെ പറഞ്ഞാൽ പോരെ? വൈ ഈസ് ഹി സെയിങ് ദൈവ ഇഷ്ടത്താൽ അപ്പോസ്തലനായ ഞാനാണ് എഴുതുന്നത്? അയ്യോ, നിജപുത്രൻ എന്തിനാ അങ്ങനെ എഴുതുന്നേ? അറിയാൻ വയ്യാത്ത ഒരാളായിരുന്നെങ്കിൽ പറഞ്ഞു കൊടുക്കായിരുന്നു. വൈ ഈസ് ഹി ഡൂയിങ് ദാറ്റ്? അതിനകത്തൊരു വലിയ മെസ്സേജ് കിടപ്പുണ്ട്. അതെ, തിമോത്തിയുമായിട്ട് ആഴമുള്ള ഒരു ബന്ധമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒരു പക്ഷെങ്കിൽ സുവിശേഷത്താൽ ജനിപ്പിച്ചതാകാം, വളർത്തിയതാണ്, ഇതൊക്കെ സമ്മതിക്കുന്നു. തിമോത്തിയുടെ കുടുംബത്തെ പൗലോസിന് അറിയാം. അമ്മയെക്കുറിച്ചും വല്യമ്മയെക്കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നുണ്ട്. അറിവുണ്ട് കുടുംബത്തെക്കുറിച്ച്, സ്നേഹബന്ധമുണ്ട്. ഒരുപാട് വാക്യങ്ങൾ ഞാൻ തരാം. അതിലുപരിയായി എത്ര ആഴമുള്ള ബന്ധമുണ്ടെങ്കിലും താൻ ഒരു അപ്പോസ്തലനാണ്. ഈ എഴുതുന്ന ദൂതുകൾ ചുമ്മാതെ എഴുതുക അല്ല. He has received from the Lord and he is passing on to his son in the faith. ഇതെല്ലാം മാതാപിതാക്കളും കരുതണം. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ദൈവം തന്നിരിക്കുന്ന ഒരു അധികാരം അതിനകത്തുണ്ട്. ഇവിടെ അപ്പോസ്തലൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു അധികാരമുണ്ട്. ചുമ്മാ ഒരു ഫ്രണ്ട്ലി കൗൺസിലിംഗ് അല്ലിത്. ഇത് വെറുതെ ഒന്ന് തലോടുകല്ലിത്. ദൈവത്തിന്റെ ഹൃദയം അപ്പോസ്തലനറിയാം. അപ്പോസ്തോലിക അധികാരത്തിൽ നിന്നുകൊണ്ട് he is comforting Timothy, encouraging him. അതുപോലെ തിരുത്തേണ്ട മേഖലകളെ തിരുത്തുകയാണ്. മാതാപിതാക്കളെ, സ്നേഹം നിങ്ങൾക്കുണ്ടോ കുഞ്ഞുങ്ങളോട്? അതേ ഉള്ളല്ലോ. അതാ പ്രശ്നം, അതാണ് പ്രശ്നം, അതേ ഉള്ളൂ. നാണയത്തിന്റെ ഒരു വശത്ത് സ്നേഹം നിങ്ങൾക്ക് വേണം. അപ്പോൾ തന്നെ തെറ്റിപ്പോകാതെ, പാളം തെറ്റി വീണു പോകാതെ അവിടെ തിരുത്തേണ്ട ചുമതല അധികാരത്തിലായിരിക്കുന്ന മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ സമൂഹത്തില് ഒരുപാട് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാൻ കാരണം. The parents do not know their role. മാതാപിതാക്കൾ എന്ന നിലയിൽ ദൈവത്തിന്റെ ശിക്ഷണ നടപടി പോലും മാതാപിതാക്കളിലൂടെയാണ് ദൈവം ചെയ്തെടുക്കുന്നത്. 1, 2, 3, 4 കുഞ്ഞുങ്ങളെ തന്നാൽ നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുകയാണ് ഇതിനെ പത്യവചനത്തിൽ വളർത്താൻ. That's your responsibility. ഇവിടെ അപ്പനും മകനുമായിട്ടുള്ള ബന്ധമാ. സ്പിരിച്വലി സ്നേഹമുണ്ടോ? പിന്നെ എല്ലാരും കൈവിട്ടാലും എന്റെ മോൻ വിടത്തില്ല, അവൻ വരും എന്നെ കാണാൻ. ആത്മീകമാ പിതാവിന്റെ ഉള്ളത്തിൽ അതുണ്ട്. അപ്പോൾ തന്നെ he will try to correct him. സ്വത്രം സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഇത് ഓർത്തോണം, പാസ്റ്റർമാർ ഇത് ഓർത്തോണം. സൺഡേ സ്കൂളിൽ നമുക്ക് അങ്ങനെ പാസ്റ്റർ പറയുന്ന പോലെ പറയാൻ ഒക്കത്തില്ല. എന്നാ കാര്യം? അതെ, നാളൊരു അങ്കിള് ചോദിച്ചാൽ ഒരൊറ്റ അങ്കിള് പരിപാടി ഇവിടെ നടക്കത്തില്ല. സൺഡേ സ്കൂളിൽ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വമാ. കഴിഞ്ഞ ദിവസം ഞാന് ശുശ്രൂഷിച്ച ഒരു ചർച്ചിൽ അവിടുത്തെ ഒരു ഹൗസ് ഡെഡിക്കേഷന് വേണ്ടി എന്നെ വിളിച്ചു. ഞാനവിടെ പോയി. അപ്പോൾ ഓരോരുത്തരല്ലോ ബ്രദർ, എന്താണ് സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇതൊന്നും എനിക്ക് ബ്രദറും സിസ്റ്ററും അല്ല, മോളും മോനുമാ. കാരണം ഞാൻ കൊച്ചിലെ 30, 35 വർഷം, 32 വർഷങ്ങൾക്ക് മുമ്പ് അവരെ അങ്ങനെയാ വിളിച്ചത്. ഇന്നിപ്പോ അവര് പ്രായപൂർത്തിയായവർക്ക് പിള്ളേരും ഒക്കെ ഉണ്ട്. ടു മീ ദേ ആർ ചിൽഡ്രൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തിരുത്തൽ ഇതിനകത്തുണ്ട്. സഭയിൽ തിരുത്തലുണ്ട്. തിരുത്തൽ ഇല്ലാത്ത സ്നേഹം ഇറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ ലവ്. നോ. ചിലരൊക്കെ ഉപദേശിമാരെ പൈസ കൊടുത്തെങ്കിൽ വാങ്ങും, ഇനി എന്നെ തിരുത്തത്തില്ല. എന്താ? ഞാൻ 10,000 20,000 കൊടുത്ത് വിലക്ക് മേടിച്ചു, ഇവിടെ അതൊന്നും നടക്കത്തില്ല.
ഓ, അപ്പൊ പാസ്റ്റർ ഒരു 10, 20, 50,000 മേടിക്കത്തില്ലേ? അയ്യോ, 50 അല്ല, എന്തിനാ കുറയ്ക്കുന്നേ? 1,00,000 ആയിക്കോട്ടെ. മേടിച്ചോണ്ട് അടുത്ത നിമിഷത്തിൽ കാര്യം പറയും. ബോലോ പ്രഭു യീശു മസീഹ്. കാരണം മലയാളം നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് പറയാം, അന്ന് ഞാൻ അവിടെ നിന്ന് മകനും മകളും എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അവർ പറഞ്ഞെന്താണെന്നറിയോ? ജോളി ആന്റിയുടെ ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വാവ്! ഒരാളൊന്നും അല്ല, ഐരു ചർച്ചിൽ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണിത്. അതിനാണ് സൺഡേ സ്കൂൾ. എന്റർടൈൻ ചെയ്യാനല്ല. അതിനകത്ത് വഴക്ക് പറയും, അതിനകത്ത് സ്നേഹമുണ്ട്, അതിനകത്ത് കരുതലുണ്ട്. അവരുടെ വീട്ടിലൊരു ആവശ്യമുണ്ട്. യുവർ റെസ്പോൺസിബിലിറ്റി, യു എൻകറേജ് ദം. അല്ലാതെ ഇന്ന് സൺഡേ സ്കൂൾ ടീച്ചർ എൻ്റെ കുഞ്ഞിനെ ഷൗട്ട് ചെയ്തു, അതുകൊണ്ട് ഇങ്ങോട്ട് വരികയേ വേണ്ട. ഞാൻ പരസ്യമായിട്ടല്ല ഇത് പറയുന്നത്. ആ ആത്മാക്കളെ കുറിച്ച് we are concerned. തിമോത്തി പതറരുത്. എഫെസോസ് സഭയെ നന്നായിട്ട് അറിയാവുന്നവരാണ് പോൾ. ദുരുപദേശകരുടെ പരിപാടികളും വല്യച്ചാച്ചന്മാരുടെ പരിപാടികളും ഒന്നും കണ്ട് തിമോത്തി നീ ആടരുത്. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. ഐ ആം an apostle speaking. അധികാരത്തിന്റെ വാക്കാണത്. സ്നേഹമുള്ളപ്പോൾ തന്നെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ബ്രദർ, this is my brotherly counsel, oh I love you so much. No, this is God's representative apostle speaking according to the will of God. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദൈവ ഇഷ്ടത്താലാണ് അപ്പോസ്തലൻ, അല്ലാതെ ഇത് സെൽഫ് അപ്പോയിന്റഡ് അല്ല. ഇത് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റാ. ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റിലാണ് മാതാപിതാക്കളെങ്കിൽ, പാസ്റ്ററെങ്കിൽ, സ്നേഹവും തലോടിനോടൊപ്പം തന്നെ സുഹൃത്തെ, സഹോദര, സഹോദരി, ഇപ്പോൾ നിങ്ങൾ പോകുന്നത് ശരിയല്ല. എനിക്കങ്ങ് ഫീലായി. ഫീലാകണം. ഫീലിംഗ് ഇല്ല, ഭയങ്കര ഫീലിംഗ്. ആർക്കും ഫീലിംഗ് ഉണ്ടാകരുത്. നമുക്ക് ഫീലിംഗ് ഉണ്ടാകണം, പിന്നെ അത് ഹീലിംഗ് ആയിക്കോളും, പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇത് നമ്മളെ 3 വർഷം ഉള്ള ഉപദേശിയാകും. 3 വർഷം എല്ലാവരെയും ഞാൻ ഇവിടം വിട്ടു പോകാന്ന്. അയ്യോ, എൻ്റെ കാലഘട്ടത്തിൽ പോകരുതേ, അടുത്ത് വരുന്നവന് പണി ഒപ്പില്ല പോ. ഇങ്ങനെയുള്ള നാടകമൊന്നും നമുക്കില്ല. വി ആർ നോട്ട്. വരുന്നവരല്ല എങ്ങനെ വേണേ വരട്ടെ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. സത്യവചനത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും നിൽക്കാൻ സമർപ്പിക്കപ്പെട്ടവരെ വരാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും. 1-ാം ലേഖനം തിമോത്തിയോസിന്റെ എഴുതുമ്പോൾ ആരാണ്ടയുടെ മനസ്സിൽ ഈ പുള്ളി 1-ാം വാക്യവുമായിട്ട് നിൽക്കുക, ഇതിപ്പോഴും തീരുമോ? തീർക്കാം. 1-ാം വാക്യം ഒന്ന് കടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 1-ാം ലേഖനത്തിൽ 1-ാം വാക്യത്തിൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്, ബൈ ദ കമാൻഡ് ഓഫ് ഗോഡ്. ഇവിടെ എങ്ങനെ? ബൈ ദ വിൽ ഓഫ് ഗോഡ്. പര്യായ പദങ്ങൾ പോലെ ഇറ്റ്സ് ദ സെയിം. ബൈ ദ വിൽ ഓഫ് ഗോഡ്, ബൈ ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. സ്തോത്രം പറ. ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ an apostle of Christ Jesus. പൗലോസിന്റെ അപ്പോസ്തോലികത്വത്തെ കുറിച്ച് മറ്റു പലർക്കും ചോദ്യങ്ങളുണ്ടെങ്കിലും തിമോത്തിക്കൊരു ചോദ്യവുമില്ല. ഈ വാക്കിലൂടെ പൗലോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്നേഹവും ബന്ധവും ഒക്കെ ഉണ്ട്. പക്ഷേ തിമോത്തി, നിന്നെക്കാട്ടിലും സീനിയർ പൊസിഷനിലാണ് ഞാൻ പറയുന്ന വാക്കുകൾ ആത്മീക അധികാരത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. എപ്പോഴും ഞാൻ പിന്നെ ആവർത്തിക്കാം, ഇവിടെ ചില കുടുംബങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിലൊക്കെ വലിയ സ്നേഹബന്ധമൊക്കെ ഉണ്ട്. ഇൻറ്റിമസി ഈസ് വെരി നൈസ്. പക്ഷെ ക്രിസ്ത്യൻ ഇൻറ്റിമസിയിൽ അധികാരം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ഇൻറ്റിമസി ആണെങ്കിൽ യു ആർ ഓൺ റോങ് ഫുട്ടിങ്. ഇപ്പൊ എനിക്ക് നിങ്ങളിൽ ചില ഭയങ്കര സ്നേഹമാണ്, പക്ഷെ നിങ്ങൾ എനിക്ക് തിരുത്താൻ ഒക്കാത്ത സ്നേഹമാണെങ്കിൽ that is something wrong. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിക്കോ.
ഒന്നില്ല അവരുടെ സ്ഥാനമാനമോ അല്ലെങ്കിൽ അവരുടെ പണമാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അജണ്ടയാകട്ടെ, എനിക്ക് അവരെ അവരൊരു ഫോൾട്ട് ചെയ്യുന്നു, പക്ഷെ എനിക്ക് തിരുത്താൻ ഒക്കുന്നില്ല. എന്താ? സാരം. നോ 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 നോ. മാതാപിതാക്കൾ ഇത് ചിന്തിക്കണം. നിങ്ങളുടെ മക്കളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ സ്നേഹം അധികാരം ഉപയോഗിക്കാതിരിക്കുവാൻ തടയുന്നതല്ല. മാതാപിതാക്കളെല്ലാം ഓർന്നു. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പെൺമക്കളാകട്ടെ ആൺമക്കളാകട്ടെ വഴി വിട്ടു പോവുകയാണെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ 100% ഉത്തരവാദിയാണ്. അതിനകത്ത് യാതൊരു ഭയവും ഇല്ല. You are responsible for your children. God has given you that responsibility. You are in a position of authority. Praise the Lord. ശാസനയുണ്ട്, ശിക്ഷണയുണ്ട്. പരിജ്ഞാനത്തിൽ വേണം, ദൈവസ്നേഹത്തിലും വേണം. എനിക്ക് ഒരു ഐഫോൺ വേണം മോനെ, ഇപ്പം വേണ്ട, നിനക്കൊരെണ്ണം ഇല്ലേ? അന്ന് തൊട്ട് കഴിക്കത്തില്ല. അപ്പോൾ ഐഫോൺ കൊടുക്കാൻ എന്ത് ചെയ്യും? ഇന്നത്തെ കാലമല്ലയോ, പിള്ളേർ വല്ലതും ചെയ്താലോ എന്നാ പിന്നൊരു ഐഫോൺ. എന്നിട്ട് അപ്പൻ പോയി കടമെടുത്തുകൊണ്ട് കൊച്ചു കഴിക്കണ്ടേ, അതിന് ഐഫോൺ കൊടുക്കുക. വളം വെച്ച് അതിനെ വല്ലാതാക്കുക അല്ലാതെ എന്താണ് ഈ നടക്കുന്നത്? പണമില്ലാതിരിക്കുമ്പോൾ എൻ്റെ ഒരു ഡ്രീം, അതെന്തുവാ? എനിക്ക് ന്യൂസിലൻഡിൽ പോകണം. മോനെ, കുഞ്ഞ്, പപ്പായുടെ മമ്മയുടെ ഇല്ലടാ പൈസ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ നോക്കത്തില്ല. എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ എല്ലാവരും പോവുക. അപ്പനമ്മ എന്ത് ചെയ്യും? താമസിക്കുന്ന വീട് കൊണ്ട് പണയം വെച്ചിട്ട് പൈസ ഉണ്ടാക്കി എങ്ങോട്ട് പോവാ? ഈ പോകുന്ന ചെറുക്കനോ പെണ്ണോ ഇതെങ്ങനെ വീട്ടും? അതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മകൻ MTHന്റെ തീസിസ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ അവൻ സയാക്സി പഠിക്കുക ബാംഗ്ലൂർ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഇങ്ങനെ അയിരൂർ ഞങ്ങളുടെ ലിവിങ് റൂമിലിരിക്കുക. എന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് 75,000 റുപ്പീസ് വേണം, അത് അടയ്ക്കണം, എങ്കിലേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഇത്. ഞാൻ അവനോട് തുറന്ന സത്യം പറഞ്ഞു, മോനെ, പപ്പയുടെ കയ്യിൽ ഇപ്പം ഇല്ലത്. ഒറ്റ വാക്ക് അവൻ തിരിച്ചു പറഞ്ഞില്ല, ഒരു വാക്ക്. അന്ന് എൻ്റെ മകളുമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ അന്ന് ഈവനിങ്ങിലാണ് ഞങ്ങൾ കിടക്കാൻ അവിടെ വെച്ച് ആ ടോക്കെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ അവരവരുടെ മുറി പോയി കിടന്നുറങ്ങും. അല്ലാതെ ഞാൻ കടമെടുക്കാനൊന്നും പോയില്ല. പിന്നെ അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് ലഭിക്കണമെന്നായതുകൊണ്ട് എന്നെ ഒരു വിദേശ രാജ്യത്ത് നിന്ന് അടുത്ത ദിവസം ഒരാൾ വിളിക്കുക. ഞാൻ അദ്ദേഹത്തെ അന്ന് വരെ കണ്ടിട്ടില്ല. അദ്ദേഹം നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ അദ്ദേഹം മരിച്ചുപോയി എന്ന് ഞാൻ കേട്ടു. അദ്ദേഹം ഒരു വലിയ പണക്കാരനൊന്നുമല്ല, ഒരു കാർ മെക്കാനിക്കാണ്, പ്രായമുള്ള ഒരു മനുഷ്യൻ. ആദ്യമൊക്കെ എന്നെ വിളിച്ച് പണം, അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കൊരു സ്വോത്രകാഴ്ച തരണമെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ട. കറക്റ്റിന് അന്ന് രാവിലെ വിളിക്കുക. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് പേഴ്സണലി വേണ്ട, എൻ്റെ മകൻ്റെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അച്ഛൻ വേണമെങ്കിൽ നേരിട്ട് അത് ആ സ്ഥാപനത്തിന് അയച്ചു കൊടുത്താട്ട്. ഞാൻ പറഞ്ഞു, ഇച്ചിരി തുക കൂടുതലാണ്. അതെത്രയാണ്? പറഞ്ഞു 75,000. അത് കുഴപ്പമില്ല. അദ്ദേഹമാണ് അയച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞത്, ഇല്ലാത്ത പണം ഉണ്ടാക്കി ഈ കുട്ടികളെ അയക്കുമ്പോൾ യു ആർ സ്പോയിലിംഗ് ദം. അല്ല, ദൈവം അവരെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അവിടെ പോകുന്നതിനേക്കാൾ ഇവരുടെ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്നാനപ്പെടുക. അതാണ് വിഷയം. ദൈവഹിതമാണോ അങ്ങോട്ട് പോകുന്നത്? ദൈവഹിതമാണ്. അതിന് ദൈവഹിതമുണ്ടോ? ഉണ്ട്. കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കണം. അപ്പനും അമ്മയ്ക്കും കൊടുക്കുന്ന ലോഡ് എന്താണിത്? ഇവരെങ്ങനെ ഇത് വീട്ടും? അധികാരം ഉപയോഗിക്കണം, സ്നേഹം വേണം, സ്നേഹത്തിലാണ് വളർത്തേണ്ടത്, ആഹാരം കൊടുക്കണം, ലാളിക്കണം, ഇതെല്ലാം റൈറ്റ്. പക്ഷെ യു ഹാവ് എൻ അതോറിറ്റി ഫ്രം ദ ലോർഡ്.
അവരെ കറക്റ്റ് ചെയ്യണം. മോനെ, ഇപ്പോഴത്രയും വൈൽഡായിട്ടുള്ള ചിന്തിക്കേണ്ട ആവശ്യമില്ല. മോൻ ഇവിടെ ഗ്രാജുവേഷൻ വരെ പഠിക്കുക, പപ്പ പ്രാർത്ഥിക്കട്ടെ, പപ്പായും മമ്മിയും കൂടെ പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് റിസോഴ്സ് തരികയാണ് എങ്കിൽ, ദൈവത്തിന്റെ ഹിതം അതാണ് എങ്കിൽ, പപ്പായും മോനെ മമ്മിയും കൂടെ പ്രാർത്ഥിച്ചയക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് സ്നേഹത്തിലുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷേ അധികാരത്തിലല്ലെങ്കിൽ, ലിസൺ കെയർഫുള്ളി, അത് ട്രാജഡിയിൽ അവസാനിക്കും. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. സ്തോത്രം. 1-ാം വാക്യം ഒന്നുകൂടെ മോള് വായിക്കണം. ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തോലൻ ആയ, അല്ലാതെ ഇന്ന് കാണുന്ന ഞാൻ അപ്പോസ്തോലനല്ല, ദൈവത്തിന്റെ ഹിതത്താലാണ്. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലനാണ്. എന്തിന്? ഈ ജീവന്റെ വചനം, ക്രിസ്തുവിൽ ഉള്ള നിത്യജീവനെ കുറിച്ച് പ്രഘോഷിക്കാൻ, സുവിശേഷം പറയാനാണ് അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം ഭാഗം കൂടെ പറഞ്ഞു നിർത്താം. പൗലോസ് പ്രിയമകനായ തിമോത്തിയോസിന് എഴുതുന്നത്. സ്തോത്രം. പ്രിയമകനായ തിമോത്തിയോസിന് എഴുതുന്നത്. നോക്കിയ വാക്ക്, പ്രിയമകൻ, മൈ ബിലവഡ് ചൈൽഡ്. 1 തിമോത്തിയോസ് 1:2 വിശ്വാസത്തിൽ നിജപുത്രനായ ഈ പ്രിയ മകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദവേ, മാതാപിതാക്കൾ ഇതുകൂടെ കേൾക്കണം. മക്കളെ വല്ലപ്പോഴും ഇതേലും പറയണം. ഇദ്ദേഹത്തിന്റെ നാച്ചുറൽ കുഞ്ഞല്ലിത്, ആത്മീകമാ. അദ്ദേഹം വിളിക്കുന്ന പേര് കണ്ടോ? പ്രിയ മകൻ എന്ന് പറഞ്ഞാൽ he is precious, he is highly valued. ആത്മനിറവിൽ എഴുതുക. ഭയങ്കര സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണിത്. ആ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, മകൻ എന്ന വാക്കും പിന്നെ വിശ്വാസത്തിൽ നിജപുത്രൻ എന്ന വാക്കുമുണ്ട്. ആളുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ലിസ്ട്രാക്കാരനായ തിമോത്തിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും സുവിശേഷം പറഞ്ഞവരെ ക്രിസ്തുവിങ്കലേക്ക് നയിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 14-17 വാക്യം. അപ്പൊ ഇത് വായിക്കുമ്പോൾ ഒരു പ്രധാന ചിന്ത നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ഞാൻ ഇരിപ്പാനാ താല്പര്യപ്പെടുന്നത്. ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിൽ കാണാത്ത ഒരു ബന്ധമാണിത്. മകൻ അപ്പൻ ബന്ധം ആത്മീകമായി. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഡു യു ഹാവ് എ മെന്റർ? ഡു യു ഹാവ് എ സ്പിരിച്വൽ ഫാദർ who will advise you, correct you, love you? ഇന്നത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും കീഴ്പ്പെടുത്തൊന്നുമില്ല, ഞാനായി എൻ്റെ വഴിയായി. നോ 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 നോ, അതൊരു ഹെൽത്തി പോക്കല്ല. 1 കൊരിന്ത്യർ 4:14-17 നോക്ക്. നിങ്ങളെ നാണിപ്പിപ്പാനല്ല, എൻ്റെ പ്രിയ മക്കളോട് എന്നതുപോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. കൊരിന്തുകാരോട് പറയണേ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അതാ ബന്ധം. ഗോസ്പല് പറഞ്ഞു, കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനത്താൽ അവർ വീണ്ടും ജനിച്ചു. ഈ ഗോസ്പല് പറഞ്ഞയാൾ becomes their father in Christ, അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദർ, മെന്റർ. ഉണ്ടോ? എന്നിട്ട് താഴോട്ട് 16-ാം വാക്യം, ആകയാൽ എൻ്റെ അനുകാരികളാകുവീൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. മക്കൾ ആരെയാ അനുഗമിക്കേണ്ടത്? അപ്പൊ സുവിശേഷത്താൽ ജനിപ്പിച്ചവന് സുവിശേഷം പോലെയുള്ള ജീവിതവും ഉണ്ടായിരുന്നു. He's challenging the Corinthians to follow him as he follows the Lord. അടുത്ത വാക്യം 17, ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ
പ്രിയമകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. അപ്പൻ്റെ കൂട്ട് തന്നെ ആ മോനും. അദ്ദേഹം അവിടെ പോകുന്നതിന് പകരം ഞാൻ മോനെ അയക്കാം. ആ വാക്കുകൾ നിങ്ങൾ നോക്കണം. നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കും. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ. അവനറിയാം അപ്പോസ്തലന്റെ വഴികൾ. He has learned from him. That's a spiritual father. ദർശനം തെറ്റിക്കാതെ മറ്റ് കാര്യങ്ങൾ പറയാതെ അപ്പോസ്തലൻ പോകുന്നതിന് പകരം അവനെ അയക്കും. എന്തോ സാക്ഷ്യമാണ് പ്രിയരെ ഇത്. ഇതൊരാത്മിക ബന്ധമാണ്. ഇതൊരാത്മിക ബന്ധമാണ്. ഇത് നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിൽ ഇതധികം കാണുന്നില്ല. അവിടെയും ഇവിടെയും ഒക്കെ കണ്ടു എന്ന് വരാം. ഞാൻ ഒരു വാക്യം കൂടെ വാക്കി. എനിക്കറിയാം നിങ്ങൾ ചിലർ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നിർത്താം. എന്നാൽ ഒരു വാക്യം കൂടെ വായിക്കാതൊക്കത്തില്ല. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരും ഇല്ല. ഇത്രയും സഭകള് അപ്പോസ്തലനെ അങ്ങ് സ്ഥാപിച്ചില്ലേ? അതെ. എത്രയോ ആളുകൾ അങ്ങയുടെ മുൻപിൽ അങ്ങക്ക് ഓഡിയൻസ് ആയിട്ടുണ്ട്. അതെ. പക്ഷെ എനിക്ക് അവനെ പോലെ ആരുമില്ല. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി. ബാക്കിയുള്ളവരോ അവന്മാർക്ക് വല്ലതും കൊടുത്തല്ലേ അവർ വരൂ. അവർ നിങ്ങളെ കരുതുകയല്ല, എന്തോ കിട്ടുമെന്നുള്ളതാണ്. ഇവൻ അങ്ങനല്ല. ഓ സ്വത്രം ഉണ്ടോ ഇന്ന്? അവനെ പോലെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ്. പിന്നെ തീത്തോസിനെയും നിജപുത്രനൊക്കെ വിളിച്ചിട്ട് ഉണ്ട്. ക്രേത്തയിൽ ശുശ്രൂഷയ്ക്ക് അപ്പോയിന്റ് ചെയ്ത ടൈറ്റസ്. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ പക്ഷേ ശുശ്രൂഷ വല്ലതും ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് കഴിയുമ്പോൾ ശമ്പളം എന്താ കിട്ടും? ഫോറിനിലൊക്കെ പാൻ ഒക്കുമോ? സ്വന്തം കാര്യം വേണം. പൗലോസിന്റെ കാലത്ത് പോലും പൗലോസ് പറയാണ് ഇവനെ പോലെ ആരും ഇല്ലെന്ന്. ഇന്നിത് തന്നെയാണ്. എൻ്റെ പ്രിയരെ, ഈ എളിയവനായി ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സ്വന്തം ഗുണവും സഭയുടെ ഗുണവും രണ്ടും രണ്ടാണ്. സ്വത്രം 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 സ്വത്രം. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടി സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്ത് എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞ് ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. വാട്ട് എ ബോണ്ടിങ്! അപ്പനും മോനും തമ്മിലുള്ള ബന്ധം കണ്ടോ? ആത്മീകമായി. പോളിന് ഉറപ്പാണ്. I tell him something, he will obey that. ഇതാണ് സഹോദരി സഹോദരന്മാരെ സ്പിരിച്വൽ ബോണ്ടിങ്. അപ്പോൾ തന്നെ he is the senior apostle. പോൾ തിരുത്തും. നിങ്ങൾക്ക് ബാലൻസ് മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ I am accountable to no one. You are living in some other world. ഓക്കെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. വളരെ ക്ലോസ് ബോണ്ടിങ് ആണ്. ഏകദേശം 60 ചില്വാനം വയസ്സുള്ള ഈ അപ്പോസ്തലനും ക്രിസ്തുവിൽ അദ്ദേഹത്തിന്റെ നിജപുത്രനായ യൗവനക്കാരനായ തിമോത്തി. എഫെസോസിൽ ഹി ഹാസ് പ്രോബ്ലംസ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഓർത്ത് കത്തെഴുതുക. അത് മാത്രമല്ല കേട്ടോ, ഇനി മോളെ 3-ാമത്തെ വാക്യം ജസ്റ്റ് ഒന്ന് വായിച്ച്. കണ്ടിന്യൂസ്ലി പ്രേയിങ് ഫോർ ഹിം. എന്റെ പ്രാർത്ഥനയിൽ
രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച്. അയ്യോ, ഇതൊക്കെ അങ്ങോട്ട് വായിക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, കരഞ്ഞു കാണും തിമോത്തി. അവിടെ പറയുന്നത് ഏതാ? നിന്റെ കരച്ചിൽ. ഇവര് തമ്മിൽ വേർപെട്ട സമയത്ത് തിമോത്തി കരയുന്നത് ഈ എന്റെ ചങ്ങലകൾ നിമിത്തം ഞാൻ കരയുകയാണ്. നോ, മൂന്നാം വാക്യം പോലെ ശക്തമായി. ഇവിടെ കാരാഗ്രഹം വേണ്ട, എല്ലാം തീർന്നു. 1 മണിയാവുമ്പോൾ ഒരു കെലുകെലുപ്പും ഒക്കെ ആയിട്ട് അല്ലേ? എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും. എപ്പ കരഞ്ഞു പൗലോസേ? എപ്പ കരഞ്ഞു? അറിഞ്ഞുകൂടാ, അവിടെ എഴുതിയിട്ടില്ല. ചിലർ അഭിപ്രായപ്പെടുന്നത് the last time when they bid farewell. അപ്പനിൽ നിന്ന് ആ വേർപാട്. he wept. വലിയ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. He's thinking about that. അല്ലാതെ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, ഇതെന്താടാ എല്ലാരും എന്നെ വിട്ട്. എടാ, എഫെസോസ് സഭക്കാരും എന്നെ വിസിറ്റ് ചെയ്തു. ഇന്നത്തെ വലിയ പ്രശ്നമാ. പാസ്റ്റർ എത്ര നാളായി എന്റെ വീട്ടിൽ വന്നിട്ട്. കാരാഗ്രഹത്തിൽ കിടക്കുന്നവൻ ചിന്തിക്കുക അങ്ങോട്ട്. I remember how you wept, Timothy. ഞാൻ ഇതൊക്കെ ഓർത്ത്, ഇടവിടാതെ എന്നുള്ള അർത്ഥമാ. കണ്ടിന്യൂസ്ലി I am praying for you. What a father. ഇത് കിട്ടി, എങ്ങനെ ഇത് താങ്ങി ഈ ലെറ്റർ? എന്നിട്ട് 4-ാം അധ്യായത്തിൽ നമ്മളൊക്കെ കണ്ട, ശീതകാലത്തിന് മുമ്പ് യു കം, ആ പുതപ്പ് കൊണ്ട് യു കം എന്ന്. പൗലോസിന് അറിയാം അധികം നാളില്ലെന്ന്. എന്നാലും ഒരു പ്രാവശ്യം കൂടെ എന്റെ മോനെ ഒന്ന് കാണാനൊത്താൽ. എന്നവാണിത്? ഇന്നത്തെ കാലത്ത് എന്റെ സാമയെ ചിന്തിക്കാൻ കഴിയുമോ? ഒക്കും സ്തോത്രം. അതുവഴി എങ്ങാണ് ഒരു നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന വാസം ഓണറി പോന്നടി, പോട്ട് പോട്ട് പോട്ട്, നീ ഇങ്ങോട്ട് ശരി. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓക്കെ, നമുക്കൊരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം ഒരു ഫോർമാറ്റിൽ നമ്മുടെ മൈൻഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാർഡ്. ഞാൻ ചെയ്യുന്ന അങ്ങനെ, when I understand the word, I give myself to that. ആത്മീക ബന്ധങ്ങൾ നമുക്കുണ്ടാകണം. നമുക്ക് മെന്റേഴ്സ് വേണം. to pray for us, to guide us, to encourage us. നമ്മളെല്ലാം ഭയങ്കര ശക്തന്മാരാ, ഞാൻ ഏത് കാര്യത്തിൽ, അങ്ങനൊന്നും അല്ല. There are moments we become timid, weak. ആ സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്കൊരു നല്ല വാക്ക് പറയാൻ we need people. We need people. ഈ ആഴമുള്ള ബന്ധത്തിൽ നിന്നാണ് കറക്ഷൻസ്. സ്തോത്രം സ്തോത്രം സ്തോത്രം.